ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് വൈകുന്നേരം എഗ് പപ്സ് ഉണ്ടാക്കാൻ പോവാണ്. പിന്നെ ഭയങ്കര എക്സൈറ്റഡ് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ. സേ ഹായ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് എഗ് പപ്സ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ സമയം ഇവിടെ കൃത്യം 6 മണിയായിട്ടുണ്ട്. അപ്പോഴാണ് ഞങ്ങൾക്ക് ചായക്കുള്ള പലഹാരം ഉണ്ടാക്കാനൊരു പൂതി. അപ്പം ഉണ്ടാക്കാൻ പോവുകയാണ്. ലൈക്ക് ഇതിൻ്റെ പുതിയ നെയിൽ ആർട്ടാണ്. ഇത് ഞാൻ തന്നെ ചെയ്തതെന്ന് വെച്ചാൽ. അത് നമുക്ക് സാധനങ്ങൾ കാണിച്ചു തരാം എന്തൊക്കെയാന്ന്. മുട്ട, ഓക്കെ, ഞാൻ 8 മുട്ട ഞാൻ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള പപ്സിൻ്റെ ഷീറ്റും പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനും ഏതിനും കൂടിയിട്ട് മുട്ട തോല് പൊളിക്കാൻ പോവാ അല്ലേ? തോട് പൊളിക്കാൻ പോവാ അല്ലേ? ഇത് അല്ലേ? കുട്ടി നല്ല വൃത്തിക്ക് മേമക്ക് തോട് പൊളിച്ചു അല്ലേ? അതിൻ്റെ ഇടയ്ക്ക് അമ്മ ഒരു മുട്ട നൈസായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അമ്മയ്ക്ക് മുട്ട അപ്സല്ല ഇഷ്ടമല്ല. അപ്പം അമ്മ ഒരു മുട്ട പുഴുങ്ങിയത് കണ്ടോ ഗൈസ്? സ്നേഹൻ നേരാക്കി മുട്ടയാണ്. നല്ല വൃത്തിയിൽ അവൻ നേരാക്കും അല്ലേ? ഗുഡ് ബോയ് ആണ്, ഗുഡ് ബോയ്. ഇവിടെ വെച്ചോ, ഇവിടെ വെച്ചോ കുഞ്ഞിട്ടോ. ഗുഡ് ബോയ് ആണ് അല്ലേ? എൻ്റെ കുഞ്ഞു ഗുഡ് ബോയാ, ഗുഡ് ബോയ്. അവനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തോടൊന്നും ഇങ്ങനെ ആക്കി കൊടുത്തു പിന്നെ ബാക്കി വൃത്തിയിലാവും പൊളിച്ചോളും അല്ലേ? ഗുഡ് ബോയ, ഗുഡ് ബോയ്, ഗുഡ് ബോയാ, ഗുഡ് ബോയ്. ഓ, എന്തൊരു സ്പീഡാണ്! ഓ നോക്ക് ഗൈസ്, എന്ത് സ്പീഡിലാണ് അവൻ ഫുൾ പൊളിച്ചെന്നറിയാം മേമയ്ക്ക്. മേമ ഇങ്ങനെ സംസാരിച്ചിങ്ങനെ ഇരിക്കുള്ളൂ അല്ലേ? പൊളിക്ക് കാണാനല്ലേ? ഇനി നമുക്ക് ഉള്ളി അരിയണം, വെളുത്തുള്ളി, ഇഞ്ചി ഒക്കെ നമുക്ക് റെഡിയാക്കാം. ഓക്കെ, അങ്ങോട്ടേക്ക് കേട്ടോ മേമ്മ. ഇനി മേമ ഉള്ളി വെളുത്തുള്ളിയൊക്കെ എടുത്തോട്ടെ. അപ്പം അങ്ങനെ അമ്മ ആ വേസ്റ്റ് കോലെടുത്ത് തന്ന ഞാൻ മാറെടുക്കാം. യെസ്. അപ്പം ഇതിനെ കാലൊക്കെ മാറ്റി ഇവിടത്ത് വെക്കുമോ? എൻ്റെ കാലം കൊണ്ട് വന്നിരിക്കുക. യെസ്. അപ്പം ഞങ്ങൾ അടുത്ത ട്രിപ്പായിട്ടുള്ള വെജിറ്റബിൾസ് അറിയാൻ പോവുകയാണ് അല്ലേ? ഉള്ളി, ഇത് അവൻ്റെ കാലാണ് കേട്ടോ ഗൈസ്. ഒന്ന് എടുത്ത് നേരെ വെക്കുക അവിടെ. അതുകൊണ്ട് അങ്ങോട്ട് പോണ് ഉള്ളി ഇതാ. അത് പറഞ്ഞപ്പോൾ അങ്ങോട്ട് കാലേക്ക് നോക്ക്. ഞാൻ ചെരുപ്പ് നൂരിക്കളയാട്ടോ എൻ്റെ. എവിടേക്കും പോകില്ലല്ലോ, വീട്ടുള്ളിൽ ഇതിന് ചെരുപ്പ്. ഞാൻ കൊത്തു ഞാൻ പിന്നെ വയ്ക്കാറ്. അത് പറയുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യും. നമ്മൾ ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ തന്നെ ചെയ്യണം. ഇങ്ങനത്തെ കാര്യമില്ല. യെസ്. അപ്പം ഞാൻ ഉള്ളി നേരാക്കാണ്. ഇവിടെ ഇപ്പുറത്തിരുന്നിട്ട് നേതൻ വെളുത്തുള്ളി നേരാക്കുന്നുണ്ട് അല്ലേ? കാണിച്ചു കൊടുക്കും. യെസ്, നേതൻ വെളുത്തുള്ളി നേരാക്കുന്നുണ്ട്. ഒരേ ഇതിൽ കിട്ടണമെന്നുണ്ട്, പക്ഷേ അവൻ അവിടെ പോയിരിക്കുക. അല്ലെങ്കിൽ ഒരേ ഫ്രെയിമിൽ കിട്ടിയാനേ അവനെ. സാരില്ല, കുട്ടി അവിടെ വെളുത്തുള്ളി നേരാക്കട്ടെ. നേതനൊരു പാട്ട് പാടി തന്നേ. അവൻ ചില പാട്ടുകളൊക്കെ അവൻ പാടും. അവൻ തന്നെ കേട്ട് പഠിച്ചതാ. അവൻ ചില പാട്ടൊക്കെ പാടും. അയ്യോ കണ്ടിരിക്കണം. വെളുത്തുള്ളി തിന്നണ്ട, എരിയും.
തൊലി ഒളിച്ചപ്പോഴേ കണ്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നിതൻ വേണമെങ്കിൽ നിനക്കിപ്പോൾ ഇവിടുന്ന് ഇറങ്ങി പോവാം, അല്ലെങ്കിൽ കണ്ണരിയണ പറഞ്ഞ് കരയരുത്. കണ്ണരിയൂട്ടോ. വേറെ വല്ല പാട്ടുണ്ടെങ്കിൽ പാടി കൊടുക്കും. ആ എന്നാ പാട്. അയ്യപ്പോ അയ്യപ്പോ കല്ലും കാലക്ക് മറ്റേ ശ്യാമിയേ അയ്യപ്പോ അയ്യപ്പോ. കഴിഞ്ഞോ? അടുത്ത പാട്ട് പഠിക്കേ. അങ്ങുവാന അങ്ങുവാന തോന്നില് നിന്നെ നിന്നെ അമ്പലിക്കല തുള്ളി മുന്നോ. മാറി കൊടുക്കണം. നീ വെളുത്തുള്ളി തരാക്കുന്ന ഏതാ? വെളുത്തുള്ളി തരാക്ക്. നേതൻ മാം തെറ്റും, ഞാൻ പാർക്ക് കൊണ്ടുപോയില്ല. എന്നാ അവിടെ എന്നാട്ടോ, മാം പാർക്ക് കൊണ്ടുപോയില്ല. ഒതുങ്ങിക്കോടെ. ഇതവിടെ ഇട് വേസ്റ്റ്. ആ അത് വെളുത്തുള്ളിയാണോ അത്? നിന്റെ അടുത്ത് വെളുത്തുള്ളി തോല് കളയാൻ പറഞ്ഞു ഞാൻ. കണ്ണടച്ച് പിടിക്കണ്ട, നീ ഇവിടുന്ന് ഇറങ്ങിക്കോ. കണ്ണിരിക്കണ്ടെങ്കിൽ ഇതിന്റെ മുകളിൽ കയറിക്ക്. ആരാ പറഞ്ഞതിൻ്റെ അടുത്ത്? ആ വെളുത്തുള്ളി താങ്ങോട്ട് നീ. അങ്ങ് വാനക്കോണില് നിന്നൊരമ്പിളി. എഴുതാ. അപ്പം ഫുൾ ഞങ്ങളിതെല്ലാം വൃത്തിയാക്കി കട്ട് ചെയ്തിട്ട് വരാം. ഓക്കെ, ബൈ. പ്രിപ്പറേഷൻ തുടങ്ങി. ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി വാട്ടുക നല്ലവണ്ണം. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഒക്കെ ഇടുക, വാട്ടുക. അത്രേ ഉള്ളൂ മസാല. പഞ്ചസാര ഇടൂ. അപ്പോൾ ഇച്ചിരി കരിവേപ്പില ഇട്ടു. സമയേ 7:45. കുറച്ച് നേരത്തെ പോകണമായിരുന്നേ. ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ. നല്ല മണം വരുന്നുണ്ട്. നല്ലതാണ്. നമുക്ക് വാട്ടാം. ഓക്കെ, ഇച്ചിരി കുരുമുളക് ഇടണമെന്നാണ് ചേച്ചി പറഞ്ഞത്. ഇത്തിരി കുരുമുളക് ഇടാം. ഓക്കെ, മസാല സെറ്റ് ഓഫാക്കി. ഇനി നമുക്ക് പപ്സ് ഷീറ്റിൽ ഇത് ഫില്ല് ചെയ്ത് മടക്കണതും അങ്ങനത്തെ നോക്കാം. ഓക്കെ, പിന്നെ അങ്ങോട്ട് മസാല സെറ്റായ ശേഷം പിന്നെ പപ്സ് ഫില്ലിങ് നിറയ്ക്കലും ഒക്കെ ആയിരുന്നു. അപ്പോൾ അത് വേഗം ഞാൻ അങ്ങോട്ട് വേഗം ചെയ്തു. അപ്പോൾ നമ്മൾ മുട്ട പപ്സിൽ അപ്പം ഞങ്ങൾ ബേക്ക് ചെയ്യാനുള്ള ട്രേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതിനെല്ലാം ബേക്കായിട്ട് വന്നതാണ്. അപ്പോൾ ഫൈനലി നമ്മുടെ പപ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി കഴിക്കുന്ന വീഡിയോ കാണിച്ചാൽ നമ്മുടെ പപ്സ് അങ്ങനെ എത്ര പപ്സ് താനല്ലാത്ത കാരണം. ഓക്കെ, പപ്സിന് എപ്പോഴും കെച്ചപ്പ് ഉണ്ടാവില്ല. കുഞ്ഞിനെ അവിടെ സോസ് അവിടെ പോ. കെച്ചപ്പും പപ്സും സൂപ്പർ. Bye bye.